إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ഇന്നല്ലാഹ, അവിടെ നൂനിന്റെ മേലെ ശബ്ദ വന്നിട്ടുണ്ട്. 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ഇന്നല്ലാഹ ലാ യസ്തഹ്യീ അൻ യദ്രിബ. ഈ ഭാഗം വായിക്കുമ്പോൾ ഒന്നാമതായി നാം യസ്തഹ്യീ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 യാ ഉണ്ട് എന്ന് ഓർമ്മ വേണം. ഒന്നാമത്തെ യാ ഇന് കസ്റാണ്, അതിനുശേഷം ദീർഘമുള്ള യാ ആണ്. അപ്പോൾ ഒന്നാമത്തെ യാ ഇനെ വ്യക്തമാക്കിക്കൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. ഇന്നല്ലാഹ ലാ യസ്തഹ്യീ അൻ യദ്രിബ്. അതിനുശേഷം ദീർഘമുണ്ട്, അൽ മദ്ദുൽ മുൻഫസിൽ 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. അൻ യദ്രിബ ഇവിടെ മണിക്കേണ്ടതാണ്. ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. മസലം മാ അവിടെ മണിക്കേണ്ടതാണ്. തെൻവീന് ശേഷം മീമ് വന്നു. മീമ് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ബഊദതൻ ഫമാം അവിടെ ഇഖ്ഫ ആണ് നിയമം. തെൻവീന് ശേഷം ഫ വന്നു. ഫ ഇഖ്ഫഉൻ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഫഅമ്മല്ലദീന ആമനു അവിടെ മീമിന്റെ മേലെ ശദ്ദ വന്നിട്ടുണ്ട്. 2 ഖദ്ർ മണിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. അതേപോലെ വഅമ്മല്ലദീന കഫറു അവിടെയും മീമിന് മേലെ ശദ്ദ വന്നിട്ടുണ്ട്. 2 ഖദ്ർ മണിക്കേണ്ടതാണ്. മാദാ അറാദ അല്ലാഹു ബിഹാദാ മസല അവിടെ ദീർഘമാണ്, അൽ മദ്ദുൽ മുൻഫസിലാണ്. ദീർഘാക്ഷരം ഒരു വാക്കിലും ഹംസ് വേറെ വാക്കിലും അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് അതിന്റെ പേര്. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ അവിടെ അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം. 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. അൽ ഫാസിഖീൻ എന്ന വാക്കിൽ നിർത്തുമ്പോൾ 2, 4, 5 6 നീട്ടാവുന്നതാണ്. ഒരു രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റു ആയത്തുകളിലും അത് പാലിക്കണമെന്ന് മാത്രം. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. ഇന്നല്ലാഹ ലാ യസ്തഹ്യീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയുടെ 26-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ ആയത്ത്
ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വാക്കാർത്ഥങ്ങൾ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലാ യസ്തഹി അവൻ ലജ്ജിക്കുകയില്ല അൻ യദ്രിബ വിവരിക്കുന്നതിന് മസലൻ മാ ഏതൊരു ഉപമയും ബഊദതൻ ഒരു കൊതുവിനെ ഫമാ ഫൗഖഹ അതിനു മീതെയുള്ളതിനെ ഫഅമ്മ എന്നാൽ അപ്പോൾ അല്ലദീന ആമനു വിശ്വസിച്ചവർ ഫയഅലമൂന അപ്പോൾ അവർ പറയും അന്നഹുൽ ഹഖ് തീർച്ചയായും അത് യഥാർത്ഥം ആണെന്ന് മിൻ റബ്ബിഹിം അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വഅമ്മല്ലദീന എന്നാൽ യാതൊരു കൂട്ടരാകട്ടെ കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു ഫയഖൂലൂന അവർ പറയും മാത എന്തൊന്നാണ് അറാദല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചത് ബിഹാദ ഇതുകൊണ്ട് മസല ഉപമയായി യുളില്ലു ബിഹി അതുകൊണ്ട് വഴിപിഴവിലാക്കുന്നു കസീറ പലരെയും വയഹ്ദി ബിഹി അതുകൊണ്ട് നേർമാർഗത്തിലുമാക്കുന്നു കസീറ പലരെയും വമാ യുളില്ലു ബിഹി അതുകൊണ്ട് വഴിപിഴവിലാക്കുകയില്ല താനും ഇല്ലൽ ഫാസിഖീൻ തോന്നിയവാസികളെ അല്ലാതെ. അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം ഏതൊരു വസ്തുവേയും ഉപമയാക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ല, തീർച്ച. അതൊരു കൊതുകോ അതിലുപരി നിസ്സാരമോ ആകട്ടെ. എന്നാൽ വിശ്വാസികൾക്ക് അത് തങ്ങളുടെ റബ്ബിന്റെ നാഥന്റെ പക്കൽ നിന്നുള്ള സത്യമാണെന്ന് ബോധ്യമാകുന്നതാണ്. സത്യനിഷേധികളാകട്ടെ ഈ ഉപമ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ ഉപമ നിമിത്തം ധാരാളം ആളുകളെ അവൻ പിഴവിലാക്കുന്നു, ധാരാളം പേരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അധർമ്മകാരികളല്ലാത്ത ആരെയും അതു നിമിത്തം അവൻ പിഴപ്പിക്കുകയില്ല എന്നാണ് ഈ ആയത്തിന്റെ സാരം. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്ത് നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞ കാര്യമാണ്. ഏതൊരു വസ്തുവേയും ഉപമയാക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ല. അതൊരു കൊതുകോ അതിലുപരി നിസ്സാരമോ ആകട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞ ഈ കാര്യം, അള്ളാഹുവിന്റെ അസ്മാഉ വ സിഫാത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉള്ളത് കൊണ്ട്, അതായത് അള്ളാഹുവിന്റെ ഒരു വിശേഷണം എടുത്തു പറയുന്നത് കൊണ്ട്, ഈ ആയത്തിൽ അള്ളാഹുവിന്റെ ഒരു വിശേഷണം എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തജ്വീദ് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഈ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇന്നല്ലാഹ ലാ യസ്തഹി എന്ന് പറഞ്ഞ് അവിടെ വഖഫ് ചെയ്യാൻ, അവിടെ നിർത്താൻ പാടില്ല എന്ന്. എന്തുകൊണ്ട് അവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞത്? അതാണ് സഹോദരങ്ങളെ നമ്മൾ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട വിഷയം. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ആ വിഷയം. അവിടെ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, ഈ 26-ാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇന്നല്ലാഹ ലാ യസ്തഹി എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ നിർത്താൻ പാടില്ല എന്നാണ്. അവിടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നിർത്തുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം നിശ്ചയമായും അള്ളാഹു അവൻ ലജ്ജയില്ലാത്തവനാണ് എന്നാണ് അതിന്റെ അർത്ഥം വരിക. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിന് സ്ഥിരപ്പെട്ട ഒരു സിഫത്തിന്റെ വിപരീത അർത്ഥമാണ്. അള്ളാഹുവിന് സ്ഥിരപ്പെട്ട അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തിന്റെ വിപരീതമായ അർത്ഥമാണ് അത് ഗൗരവമായ ഒരു വിഷയമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമ്മുടെ അഖീദയാണ്, അതുകൊണ്ട് തന്നെ ഗൗരവമായി ഈ വിഷയത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ, തീർച്ചയായും ഉന്നതനായ നിങ്ങളുടെ രക്ഷിതാവ്, ആ രക്ഷിതാവ് മാന്യനും ലജ്ജയുള്ളവനുമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നിട്ടോ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് യസ്തഹ്യി മിൻ അബ്ദിഹി,
യസ്തഹ്യി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. ഒരടിമ അവനിലേക്ക് തന്റെ കൈകൾ ഉയർത്തിയിട്ട് ഒന്നും നൽകാതെ വെറുതെ അത് മടക്കുന്നതിനെ തൊട്ട് അവൻ ലജ്ജിക്കുന്നു എന്ന് ഇമാം അബൂദാവൂദും അതുപോലെ തന്നെ ഇമാം തിർമിദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ചതാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഒരടിമ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അവരെ ഒന്നും നൽകാതെ വെറുതെ മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിലൂടെ അള്ളാഹുവിന് ലജ്ജ എന്ന സിഫത്തുണ്ട് എന്ന്, അള്ളാഹുവിന് ലജ്ജ എന്ന വിശേഷണമുണ്ട് എന്ന് കൃത്യമായി ഈ ഹദീസ് നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് തജ്വീദ് പണ്ഡിതന്മാർ ഉണർത്തിയത്, ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഇന്നല്ലാഹ ലാ യസ്തഹ്യി എന്ന് പറഞ്ഞ് അവിടെ വഖഫ് ചെയ്യാൻ പാടില്ല എന്ന് തജ്വീദിന്റെ പണ്ഡിതന്മാർ പ്രത്യേകമായി ഉണർത്തിയത്. ഇത് അടിസ്ഥാനപരമായി നമ്മൾ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ്, വിശ്വാസമാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നാമങ്ങളോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വിശേഷണങ്ങളോ നമ്മൾ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നാമതായി നമ്മളത് ഇസ്ബാത്ത് ചെയ്യണം, അതായത് നമ്മളത് സ്ഥിരീകരിക്കണം. അതായത് അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ അവന്റെ പ്രവാചകന്റെ നാവിലൂടെയോ അള്ളാഹുവിന് ഉള്ളതായി സ്ഥിരീകരിച്ച ഒരു കാര്യം, അത് നമ്മൾ ഒരു വ്യാഖ്യാനമോ ഒരു നിരാകരണമോ ഒരു രൂപസങ്കല്പമോ ഒരു സാദൃശ്യപ്പെടുത്തലോ കൂടാതെ നമ്മളത് സ്ഥിരീകരിക്കണം. അത് അള്ളാഹുവിനുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. ഇനി രണ്ടാമതായി നഫിയാണ്. നഫി എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. അതായത് അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ അവന്റെ പ്രവാചകന്റെ നാവിലൂടെയോ അള്ളാഹുവിന് നിഷിദ്ധമായ നിഷേധ ഗുണങ്ങളെ അത് നമ്മൾ നിഷേധിക്കണം. അതോടൊപ്പം അള്ളാഹുവിന് നിഷിദ്ധമായ നിഷേധ ഗുണങ്ങൾക്കെതിരായ ഗുണങ്ങളാണ് അള്ളാഹുവിനുള്ളത് എന്ന് വിശ്വസിക്കുകയും ചെയ്യണം. അതൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമാകും. അനീതി എന്ന് പറയുന്നത്, അനീതി ചെയ്യുക എന്നത് അള്ളാഹുവിന് ഇല്ലാത്ത ഒരു ഗുണമാണ്. അതുകൊണ്ട് ഈ അനീതി എന്ന വിശേഷണം നമ്മൾ അള്ളാഹുവിന് ഇല്ല എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു നീതിമാനാണ് എന്ന അനീതിയുടെ എതിരായിട്ടുള്ള ഒരു ഗുണം അത് അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. ഇതാണ് സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇന്ന റബ്ബക്കും തബാരക വ തആല ഹയ്യുൻ കരീമുൻ, തീർച്ചയായും ഉന്നതനായ നിങ്ങളുടെ രക്ഷിതാവ് മാന്യനും ലജ്ജയുള്ളവനുമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഈ വിശേഷണത്തിന് എതിരായി വരുന്ന രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഒന്നാമതായി സഹോദരങ്ങളെ ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലജ്ജ എന്നത് അള്ളാഹുവിന്റെ മഹത്വത്തിനും അള്ളാഹുവിന്റെ പരിശുദ്ധിക്കും അനുയോജ്യമായ രൂപത്തിൽ അള്ളാഹുവിന് ഉള്ളതാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ വിഷയം അതുകൊണ്ട് തന്നെ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. ഈ ആയത്തിൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലാഹ ലാ യസ്തഹ്യി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹ, ഏതൊരു വസ്തുവേയും ഉപമയാക്കുന്നതിൽ തീർച്ചയായും അള്ളാഹു ലജ്ജിക്കുകയില്ല, അതൊരു കൊതുകോ അതിലുപരി നിസ്സാരമോ ആകട്ടെ എന്നാണ്. എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും എന്താണ് ഈ ആയത്തിന്റെ സന്ദർഭമെന്നും തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.